അപ്പോൾ എല്ലാവർക്കും തന്നെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളെല്ലാവരും ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അതിൽ നിങ്ങൾക്ക് നിരവധി സ്ക്രാച്ച് കാർഡുകളെല്ലാം ലഭിക്കും. എന്നാൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല, പലപ്പോഴും ബെറ്ററിലൊക്കെ ആയിരിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ 50 രൂപ വരെ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്ക്രാച്ച് ചെയ്തുകൊണ്ട് 10ഉം 20ഉം രൂപയൊക്കെ ഇതുപോലെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. മിനിമം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 രൂപയുടെ ഒരു സ്ക്രാച്ച് കാർഡ് കൂപ്പൺ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിന് KYC ഒന്നുമില്ല. നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, വെരിഫൈ ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. 5 രൂപ നിങ്ങളുടെ സ്പോട്ടിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് റിസീവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. ടൈം പേ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾക്ക് താഴെയുള്ള ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പെർമിഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പെർമിഷൻസ് എല്ലാം അലോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതിന് മുമ്പായിട്ട് ഒരു ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ സെലക്ട് ചെയ്യാം. അടുത്തായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ വെച്ച് ഈ ഒരു ആപ്ലിക്കേഷനിൽ സൈൻ ഇൻ ചെയ്യണം. അത് GPay, ഫോൺപേ പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് അതുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പേയ്മെൻറ്റ്സ് എല്ലാം ഇതിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓരോ സ്ക്രാച്ച് കാർഡുകൾ ലഭിക്കും. ഒരു സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യുമ്പോൾ സ്പോട്ടിലായിട്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആ ഒരു പേയ്മെൻറ്റ് വരും. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ തന്നെ കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു 4 ഡിജിറ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഒരു പാസ്വേഡാണ്. പിന്നെ നിങ്ങൾക്ക് അടിയിലായിട്ടൊരു റെഫറൽ കോഡ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ മസ്റ്റായിട്ട് എൻ്റർ ചെയ്യണം. നമുക്ക് സ്ക്രീനിൽ കാണുന്ന ആ റെഫറൽ കോഡ് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെഫറൽ കോഡ് കൊടുത്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സൈൻ ബോണസ് ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് കാർഡ് ലഭിക്കത്തുള്ളൂ. ഇനി നിങ്ങൾ വരേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹോം പേജിലായിട്ട് ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് കാർഡ് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടാനായിട്ട് റിവാർഡ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലിങ്ക് അക്കൗണ്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ HDFC നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ലോഡ് ആവും. അതിനുശേഷം നമ്മുടെ ആ ഒരു അക്കൗണ്ട് ലിങ്ക് ആവുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ആ ഒരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ചോദിക്കും. ഇത് തന്നെയാണോ എന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഒരു ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലിങ്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇത് ജസ്റ്റ് ഡോണ്ട് ഷോ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി, എനേബിൾ ചെയ്യണമെന്നില്ല. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ ഹോം പേജിലായിട്ട് തന്നെ റിവാർഡ്സിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ആ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു സ്ക്രാച്ച് കാർഡ് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതൊന്ന് ഇതുപോലെ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് സ്ക്രാച്ച് ആവുന്നതായിരിക്കും. അങ്ങനെ ഒരു 5 രൂപ നിങ്ങൾക്ക് സൈൻ ബോണസ് ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് റിസീവ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു പ്രൂഫ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 5 രൂപ ഫസ്റ്റ് സൈൻ ബോണസ് ആയിട്ട് നമ്മുടെ റെഫറൽ കോഡ് എൻ്റർ ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഹോം പേജിലായിട്ട് തന്നെ പേയ്മെൻറ്റ്സ് പേ ചെയ്യാനുള്ള കുറേ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ സാധാരണ നിങ്ങൾ GPay യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന അതേ സെയിം മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നമ്പർ അടിച്ചിട്ടോ UPI അടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നമ്പർ ഇതിൻ്റെ അകത്ത് വരും. അത് ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പേ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഒരു UPI ഇവിടെ നിന്ന് ഒരു 100 രൂപ അയക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 100 രൂപ അയച്ചതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഒരു സ്ക്രാച്ച് കാർഡ് ലഭിക്കും. ആ ഒരു സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് അപ്പം തന്നെ ജസ്റ്റ് ടാപ്പ് നൗ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആ ഒരു സ്ക്രാച്ച് കാർഡിൽ വരുന്ന എമൗണ്ട് വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ടിലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ക്യാഷ് സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സ്ക്രാച്ച് കാർഡ് ഏൺ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് റെഫർ ലിങ്ക് കിട്ടും. റെഫർ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഓരോ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഫ്രീ ആയിട്ട് സ്ക്രാച്ച് കാർഡ് ലഭിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്ക്രാച്ച് കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രാച്ച് കാർഡ് വരുമ്പോൾ നമ്മൾ ടാപ്പ് നൗ കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് സ്ക്രാച്ച് ആയിട്ട് ആ ഒരു എമൗണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓഫേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് UPI വെച്ചിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് പേ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓഫറിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ റെഫർ ആൻഡ് ഏൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ലിങ്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റെഫറൽ കോഡും സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 രൂപയുടെ ഒരു സ്ക്രാച്ച് കാർഡ് ലഭിക്കുന്നതായിരിക്കും. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ഇൻവൈറ്റ് ചെയ്യുക. പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടാവും. അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇതേപോലെ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു റെഫറൽ എമൗണ്ട് അവർക്കൊരു സ്ക്രാച്ച് കാർഡ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ റെഫറൽ എമൗണ്ടും ലഭിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഓഫേഴ്സൊക്കെ ഈ ഒരു ഹോം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓഫർ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, അങ്ങനെ ഒരു 24 അവേഴ്സിന് ശേഷം നമ്മുടെ സ്ക്രാച്ച് കാർഡ് കിട്ടിയിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് ഏകദേശം നമ്മൾ പമ്പിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ 2-3 ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള സ്ക്രാച്ച് കാർഡാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ജസ്റ്റ് അവരൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ നമ്പർ കൊടുത്തൊന്ന് ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്കും ഫ്രീ ആയിട്ട് എമൗണ്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും 10 രൂപ ലഭിക്കും. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ഇൻവൈറ്റ് ചെയ്യുക. ഒരു ആപ്ലിക്കേഷനിൽ
വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഏണിങ്സ് വരുന്നത്. കുറച്ച് നാളൊക്കെ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ. മാക്സിമം എല്ലാവരും തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇതിൻ്റെ ചെറിയൊരു പോരായ്മ എന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ചില ടൈംസിൽ ബെറ്റർ ലക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പല പേയ്മെൻറ്റ്സും ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ ലക്ക് ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഗൂഗിൾ പേയിൽ കാണുന്ന പോലെ തന്നെയാണ്. എന്നാലും നമ്മളൊരു 5-6 പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു 3-4 പേയ്മെൻറ്റോ 2-3 പേയ്മെൻറ്റെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു എമൗണ്ടെങ്കിലും ക്രെഡിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 10 രൂപ ട്രാൻസാക്ഷനൊക്കെ ഉള്ളവർക്ക് നല്ല രീതിക്ക് തന്നെ ഒരു ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. മാക്സിമം റെഫർ ചെയ്യാനൊക്കെ പറ്റുന്നവർ യൂസ് ചെയ്ത് നോക്കുക. പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് കുറേ പേരൊക്കെ ജോയിൻ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ റെഫർ ചെയ്യാനൊന്നും താല്പര്യമില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. ഫസ്റ്റത്തെ സ്ക്രാച്ച് കാർഡ് എടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ വേണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു ചെറിയൊരു സ്ക്രാച്ച് കാർഡ് ചെറിയൊരു എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ലൈവായിട്ടുള്ള പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.